എടോ എന്താ എന്താ സീത? ആഹാ ഇപ്പൊ നല്ല കാര്യം. അപ്പൊ ഞാൻ ചോദിച്ചതൊന്നും താൻ കേട്ടില്ലേ? ഇവിടെ എന്താ തനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടേന്നാ ഞാൻ ചോദിച്ചേ. ഞാൻ കേട്ടടോ. ഇത്രയും നേരം ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചേ. ആണോ? എന്താ താൻ ഓർത്തേ? പറയണോ? അല്ലേ വേണ്ട. ചിലപ്പോ അത് പറഞ്ഞ ശരിയാവില്ല. അതെന്താ താൻ അങ്ങനെ പറഞ്ഞേ? അത് ഞാൻ തനിക്കൊരു വാക്ക് തന്നില്ലേ സീത? അത് തെറ്റിക്കുന്ന തരത്തിലുള്ള കാര്യ എന്റെ മൈൻഡിൽ വന്നത്. ഞാനത് പറഞ്ഞ നോ വേണ്ട, ഞാൻ പറയുന്നില്ല. സീത, ഞാനൊരു കുഞ്ഞു സ്റ്റോറി പറയട്ടെ. ഇവിടെയുള്ള ഒരു സ്പെഷ്യൽ വണ്ണിനെ ഞാൻ ആദ്യമായിട്ട് കണ്ട കഥ. താൻ പറഞ്ഞോളൂ. അതെന്താടോ തനിക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ ഒരു താല്പര്യമില്ലാത്ത പോലെ? എന്നാ ഞാൻ പറയുന്നില്ല, അതാ നല്ലത്. അങ്ങനെയൊന്നുമില്ല, എനിക്കിഷ്ടാ കേൾക്കാനായിട്ട്. താൻ പറഞ്ഞോളൂ. എന്നാ പറയാം. തനിക്കറിയാലോ, എനിക്ക് ഇങ്ങോട്ട് വരാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന രാത്രി എല്ലാവരും ഉറങ്ങി. എന്നാൽ ഞാൻ മാത്രം നേരം പുലരുന്നത് വരെ ഒരു പോള കണ്ണടച്ചിട്ടില്ല. അങ്ങനെ ടൈം പോവാതിരുന്നപ്പോഴാ ഞാൻ അമ്മയെ ഫോൺ ചെയ്തത്. ആ ടൈമിലാണ് ഒരു ഗോസ്റ്റ് പാദസരൊക്കെ ഇട്ട് കിലുക്കി കിലുക്കി ഒരു സുന്ദരി പ്രേതം പോകുന്നത് ഞാൻ കണ്ടത്. പ്രേതമോ? അതും ഇല്ലത്ത് ഇയാൾക്ക് തോന്നിയതോ? എത്രയോ രാത്രി ഞാൻ മുറ്റത്ത് വന്ന് നിൽക്കണു. ഞാനിതുവരെയും കണ്ടിട്ടില്ലല്ലോ. സീതാ, കൂൾ കൂൾ. തൂക്കി കയറി വെടിവെക്കല്ലേടോ. ഞാനൊന്ന് പറയുന്നത് കേൾക്കെന്റെ സീത തമ്പരാട്ടി. ശരി ശരി, എന്നാ താൻ പറയൂ. ഞാനങ്ങനെ അതിനെ ഫോളോ ചെയ്ത് പോയി. അവള് പോയത് നേരെ കുളത്തിലേക്കായിരുന്നു. പിന്നല്ലേ മനസ്സിലായത് അത് പ്രേതമൊന്നും അല്ലായിരുന്നു. പിന്നെ നോക്കിയപ്പോ അവിടുന്ന് നല്ല ഒരുങ്ങി ഒരു സുന്ദരി ദേവിയായി വന്നവൾ. ആ ദേവിയാ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടായത്. ആ ദേവിക്ക് വേണ്ടിയാ ഞാൻ ഇവിടെ നിൽക്കുന്നത് പോലും. എന്ത് ചെയ്യാൻ? ആ ദേവിക്ക് പക്ഷെ ഈ പാവം ഭക്തന് തീരെ ഇഷ്ടമല്ലാന്നാ തോന്നണേ. എന്റെ ദേവി, നീ കാണുന്നില്ലേ എന്നെ? ഇതൊക്കെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? മക്കള് വന്നോ? ദാ ഞങ്ങളിപ്പോ വന്ന് കേറിയുള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു മോനെ? ഈ നാടൊക്കെ മോൻ ഇഷ്ടായോ? അങ്കിൾ, 3 days. സോറി, 3 ദിവസം പോയതറിഞ്ഞില്ല. എനിക്കെല്ലാം ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ. ഹലോ സീത, താനെന്താടോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? എന്നെ മറന്നോ താൻ? മറന്നിട്ടൊന്നുമില്ല. യാത്രക്ക് എങ്ങനെയുണ്ടായിരുന്നു? സുഖായിരുന്നു. താനും കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു കേട്ടോ. അതെ, മക്കളെല്ലാരും ഉണ്ടായിരുന്നെങ്കിലെന്ന് അമ്മ ആഗ്രഹിച്ചിരുന്നു. സീത, ഇത് തനിക്കാ. ഞാൻ എല്ലാവർക്കും ഓരോ ഗിഫ്റ്റ് വാങ്ങിയിരുന്നു. ഇത് തനിക്കൊരു സാരിയാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. താങ്ക് ഗോഡ്, ഇവന്റെ ഒരു ഒലിപ്പിക്കൽ കൺട്രോള് തരണേ കടവുളേ. അല്ല, മോൻ പോവാണോ? ഇനിയിപ്പോ പോണോ? സന്ധ്യ ആയില്ലേ? നാളെ പോവാം. അയ്യോ, ഇപ്പോ തന്നെ ലീവ് ഒരുപാടായി. ഞാൻ വരും എന്തായാലും ഒരിക്കൽ. എന്നാ വരട്ടെ സീത. ഇവരിതെന്താ സീതയെ മാത്രമേ കാണുള്ളൂ? ബാക്കിയുള്ളവരൊക്കെ അപ്പൊ എന്താ പോകുകയാണോ? ശരി, സൂക്ഷിച്ചു പോയിട്ട് വരൂ. നീലമേഘഗാത്ര
പാടാ നിനക്ക് പറ്റിയേ? രാവിലെ മുതല് നീ മൂഡ് ഓഫ് ആണല്ലോ. അത് പിന്നെ മഹി ഇച്ചായനെന്ന് ഞാനിതൊക്കെ ആഗ്രഹിച്ചത് തന്നെയാ. ബട്ട് ഇതിപ്പോ എന്റെ സ്നേഹ ഇച്ചായൻ അറിയില്ല. ഇച്ചായൻ എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുമില്ല. അങ്ങനെയുള്ളപ്പോ എനിക്ക് സങ്കടം വരാ മഹി. എന്താ ഋതു, നീ എന്തിനാ ഇങ്ങനെ കരയണേ? ഞാൻ പോവാ മഹി. അന്ന് ഞാൻ പറഞ്ഞില്ലേ എന്റെ മുത്തശ്ശിയുടെ അടുത്ത് പോണെന്ന്. എനിക്കൊന്ന് മൈൻഡ് ക്ലിയർ ആക്കണേ. ഞാൻ അവിടെ തന്നെ പോണം. ഇച്ചായനെ കാണും തോറും എന്റെ മൈൻഡിലുണ്ടാവുന്ന വിഷമം എന്താണെന്ന് അതെനിക്ക് മാത്രമേ അറിയൂ. ഋതു, നീ ഇങ്ങനെ നെഗറ്റീവ് ആവാതെ. ഐ തിങ്ക് ഇച്ചായൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നാ, അല്ലാതെ ഇച്ചായൻ അങ്ങനെയൊന്നും കാണിക്കില്ല. ഏയ്, എനിക്ക് തൂക്കം വരുത്, പൂങ്കടയെല്ലാം. ഓ, ഒരു തൂക്കക്കാരൻ വന്നേക്കുന്നു. ഡാർണവേ, ദേ നീ ലവനൊന്ന് നോക്കിക്കേ. ഇവനിത് എന്നാച്ചിടാ? എടാ എബി, ഇത് എന്താലോചിച്ചോണ്ടിരിക്ക? കൊറേ നേരായല്ലോ നീ ഇങ്ങനെ ഇരിക്കണേ. ഡാ, ഞാനൊരു കാര്യം. അതെ, ഓ എന്താ ഇപ്പൊ പറയാ? ആ ഡാ, എൻ്റെ ഒരു ഫ്രണ്ട് അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചെറുതായിട്ടൊന്ന് മിസ്ബിഹേവ് ചെയ്തു. നീ ഇത് എന്തൊക്കെയാ പറയുന്നേ എബി? എടാ, കാര്യം എന്താന്ന് തെളിയിച്ചു പറ. എടാ, അവനൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായി, ഒരു പെൺകുട്ടി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവൻ അവളെ ചെറുതായിട്ടൊന്ന് കിസ് ചെയ്യാൻ പോയി. ചേ, നാറി, മോശമായിപ്പോയി. അവനെ കൊല്ലണ്ടേ? നീരജ്, നീ സുമ്മായിര്. എബി, എന്താ കാര്യം എന്ന് പറയേ. എടാ, ഇപ്പൊ അവളാണെങ്കിൽ അവനോട് ഒട്ടും മിണ്ടുന്നില്ല, അവനാണെങ്കിൽ ഒട്ടും മിണ്ടാനും പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു അവൻ അവളെ ഇഷ്ടാണെന്ന്. ശരിയാ, അതുകൊണ്ടാവും അവനങ്ങനെ തോന്നിയിട്ടുണ്ടാവാ. എനിക്ക് ഋതുവിനെ നോ വേ. നമ്മുടെ എബിയാണെങ്കിൽ അർണവിന്റെ നീരജിന്റെ സംസാരമൊക്കെ കേട്ട് ആകെ മൊത്തം കിളി പോയിരിക്കാട്ടോ. നമ്മുടെ അർണവാണെങ്കിൽ മിക്ക ദിവസവും സീതയുടെ മുറിയുടെ ബാൽക്കണി ചാടി ചാടി ഇപ്പൊ അതില്ലാതെ പറ്റാത്ത അവസ്ഥയായിട്ടിരിക്കുകയാണ്. കടവുളെ, ആരും കാണല്ലേ. ഇങ്ങനെ ബാൽക്കണി ചാടാൻ തുടങ്ങിയ എന്റെ നടുവിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാകും. സീത, ഉന്നെ പാക്കാമേ, എന്നാൽ ഇറക്ക മുടിയലേ. താൻ എന്നൊന്ന് മനസ്സിലാക്ക, എന്നൊന്ന് തിരിച്ച് സ്നേഹിക്ക. ഈ ദിവസം നീ എന്നോടൊപ്പം ഉണ്ടായപ്പോ സീത, ഡൂന്നോ ഞാൻ എത്ര ഹാപ്പി ആയെന്ന്. ഞാൻ ആദ്യമായിട്ട് സ്നേഹിക്കുന്ന പെണ്ണാ നീ. എനിക്ക് തന്നെ വേണം നിന്നെ. ഓ ഗോഡ്, എഴുന്നേറ്റെങ്കിൽ ഇപ്പൊ തീർന്നേനെ. എന്നാലേ ഞാൻ പോവാ. എന്റെ സീത മേഡം ഇവിടെ കിടന്നുറങ്ങിക്കോ. എന്റെ ദേവരെ, ഇയാള് ഇവിടെ എന്തൊക്കെയായി നടക്കണേ? ഇതിപ്പോ ഞാൻ ചിരിക്കണോ അതോ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാനിപ്പോ അവരെന്തെങ്കിലും ചെയ്താലേ വെറുതെ വിടില്ലായിരുന്നു. ഇതിപ്പോ എനിക്കെന്താ പറ്റണേ? ഹരി, അംബികയുടെ ഇല്ലം വരെ ഒന്ന് പോണം, നിശ്ചയത്തിന്റെ തീയതി കുറിക്കാൻ. എന്താ ഇത്ര പെട്ടെന്ന്?
ഉത്സവം കഴിഞ്ഞിട്ട് പോരെ? ഞാൻ എന്തു പറയുന്നോ അതനുസരിച്ചാ മതി. വേഗം ഒരുങ്ങി വാ. അച്ഛാ, അപ്പൊ അമ്മയോ? ഒരമ്മ. ഇത്രയും കാലില്ലാത്ത പുതിയ വിചാരവും വികാരമൊന്നും ഇനി വേണ്ട ഹരി. പോയി ഒരുങ്ങിക്കോളാ. ഈ ആഭരണങ്ങളൊക്കെ എനിക്കാന്നാ അമ്മ പറഞ്ഞേ. ഇതൊക്കെ എന്തിനാ വീണേ? ഇന്ന് കല്യാണമൊന്നും അല്ലാലോ. 1 2 ഇട്ടാ മതിയില്ലേ? പിന്നെ നിശ്ചയത്തിനും കല്യാണത്തിനുമായി ഇടാലോ. നീ ഇങ്ങ് വന്നേ, ഞാൻ നിന്നെ ഒരുക്കി തരാം. എന്തിന്? എനിക്ക് പേടിയാ ചേച്ചിയെ. ചേച്ചി വേണ്ട. ചേച്ചി തൊട്ടാ ചിലപ്പോ ഞാനും ചേച്ചിയെ പോലെ ഭർത്താവില്ലാത്തവളാവും. വീണേ, അമ്മോ, അമ്മുട്ട, ഏട്ടന്റെ മോൾ ഇത്രയേ ഉള്ളൂ. അവളൊരു പൊട്ടിക്കാളിയാ. എന്റെ മോളത് കാര്യാക്കണ്ട. ഇങ്ങ് നോക്കിയേ, അർജുൻ. അവനെന്റെ മോൾ എന്ത് ഇഷ്ടായിരുന്നോന്നറിയോ? അവനൊരു താന്തോന്നിയായിരുന്നെങ്കിലും നിന്നെ കഴിഞ്ഞേ അവന് മറ്റെന്തുള്ളൂ. നിന്റെ കണ്ണൂന്ന് നിറഞ്ഞ അവൻ താങ്ങിയില്ല അമ്മുട്ട. എന്റെ മോളിന് കരയരുത്. ഏട്ടനില്ലേ നിന്റെ കൂടെ? ഓടി നടന്ന് ഇവിടെയൊക്കെ വൃത്തികേടാക്ക. മുറ്റത്തേക്ക് പോവാ. ഞാനതിനൊന്നും ചെയ്തില്ലല്ലോ അമ്മമ്മേ. ശേഖര, ആ കുട്ടി ധാത്രിയില്ലാത്ത അർജുന്റെ അല്ലേ? അതെ തമ്പുരാനെ. അതിനാ കുളത്തിലേക്ക് അങ്ങ് തട്ടിയിട്ടേക്ക. പറ്റിയ സമയ. ഇല്ലത്ത മൂന്ന് കരയട്ടെ. അച്ഛാ, എടോ, മോള് പേടിക്കണ്ടാട്ടോ. ഒന്നുമില്ല. ഇല്ല വാവേ, കരയണ്ടാട്ടോ. ഹരി, നീ ഇതെന്തു ഭാവിച്ചാ? ഛേ, അച്ഛൻ ഇത്ര അധപതിച്ചോ? ഒരു കുഞ്ഞിനെ പോലും അച്ഛനായി പോയി. ഇല്ലെങ്കിൽ മതി ഈ പകയും പ്രതികാരവും. ഓർമ്മ വെച്ച് നാളെ മുതൽ കേൾക്കണതാ ധാത്രി ഇല്ലവുമായുള്ള പകയുടെ കണക്ക്. ഇനി ഹരിക്കെല്ലാം ഒന്ന് ആലോചിക്കണം. മോനെ ഹരി, എടാ. വേണ്ട, ഒന്നും പറയണമെന്നില്ല. മോള് പോയിക്കോട്ടോ. ആരോടും ഒന്നും പറയണ്ട. എന്താ ഹരി മോനെ, ചായ കുടിക്കാതിരിക്കണേ? എനിക്ക് ഒരു കാര്യം പറയണം. ഈ വേളി നടക്കില്ല. വീണേ, ഞാൻ നിനക്ക് ചേർന്നൊരാളല്ല. ഒരുപാട് വൃത്തികേടുകൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. ജീവിതത്തിലെ തെറ്റുകൾ മാത്രം ചെയ്ത ഒരാളാണ് ഞാൻ. ഇനിയെങ്കിലും ഒരു ശരി ചെയ്യണം. അതിതാവട്ടെ. ഈ ഹരിനാരായണന്റെ മനസ്സിൽ ഒരാളേ ഉള്ളൂ. ആ ആള് എന്നെങ്കിലും എന്നെ സ്വീകരിച്ച അന്നേ ഈ ഹരിക്ക് വേളിയുള്ളൂ.
എല്ലാരോടും മാപ്പ്. സാവിത്രി, ഞാനെന്ന അമ്പലത്തിലേക്ക് ഇറങ്ങാം. ഇപ്പൊ തന്നെ ഒരുപാട് നേരം വൈകി. ദേ ഞാനും വരുന്നുണ്ട് ആദ്യേട്ടാ. സീതമോള് വരുന്നുണ്ടോ ആവോ? ആ ബാൽക്കണിയിൽ നിക്കണത് കണ്ടു. നീ വരുന്നുണ്ടേൽ വാ, മോൾ അങ്ങോട്ട് എത്തിക്കോളൂ. സീത, എന്താടോ താൻ വലിയ ആലോചനയിലാണല്ലോ. ഒരു കാര്യമുണ്ട്. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങുമ്പോ ഉറക്കത്തിൽ എനിക്ക് തോന്നാ എന്റെ അടുത്ത് ആരോ വന്നിരിക്കുന്നതായി. അയാൾ എന്നോട് മിണ്ടുന്നതായി. കടവുളേ, അത് ചിലപ്പോ തനിക്ക് തോന്നിയതാവൂടോ. ആവാം, പക്ഷെ പല രാത്രിയിലും എനിക്കത് തോന്നിയിട്ടുണ്ടെന്നേ. അതെ, ഇയാൾക്കൊരു കാര്യം അറിയോ? അതൊരു തോന്നലല്ല, അതൊരാളാ. പക്ഷെ എനിക്ക് തോന്നാ ആള് വലിയ ഭീരുവാണ്. ഭീരുമില്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ ഒളിച്ചു വന്ന് കാണേണ്ട ആവശ്യമുണ്ടോ? എന്ത് ചെയ്യാൻ, ചിലർക്കൊക്കെ ചെയ്ത കാര്യമെന്ന് പറയാൻ ഭയങ്കര പേടിയാ. ശിവ ശിവ, നമ്മളില്ലേ ഒന്നിനും. സീത മേഡം, അവിടുന്ന് നിന്നേ. സീത, ഞാൻ ചെയ്ത കാര്യം പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. പക്ഷേ അതൊക്കെ എന്റെ സീതമോൾക്ക് ഡൈജസ്റ്റ് ആവൂന്ന. ഞാൻ തന്നെ കാണാൻ വന്നതേ ഒരു തവണയല്ല, പല തവണയാ. ഒരു കാര്യം ചെയ്യാം, ഞാനേ തന്റെ സ്റ്റൈലിൽ തന്നെ അങ്ങോട്ട് പറയാം. ഒരു സാധാരണക്കാരനായ പയ്യന് ഒരു രാജകുമാരിയെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അവൾ കാലിലും മറ്റും മുറിവായി വന്ന് കിടന്നുറങ്ങിപ്പോയി. അന്ന് രാത്രി അവൻ അവൾക്കരികിലായി വന്നു. അവൾക്ക് മരുന്ന് പുരട്ടി കൊടുത്തു. പിന്നീട് അങ്ങോട്ട് എല്ലാ രാത്രികളിലും അവളെ കാണാൻ പോകുന്നത് അവന് പതിവായി. രാത്രിയിൽ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന മുഖം നോക്കി അവൻ അങ്ങനെ ഇരിക്കും. ആ നെറ്റിയിൽ ചുണ്ടു ചെറുക്കും. ചിലപ്പോൾ അവളോടൊപ്പം തന്നെ ആ മുറിയിൽ കിടന്നുറങ്ങും. നേരം പുലരുമ്പോൾ അവൾ പോലും അറിയാതെ അവൻ ആ മുറിയിൽ നിന്ന് പോകും. സ്റ്റോറി എങ്ങനെയുണ്ട് സീത മേഡം? ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ആ രാജകുമാരി ആ പാവം പ്രജയുടെ തല എപ്പ എടുത്തു ചോദിച്ചാ പോരെ. സീത, ഞാൻ ഇനിയും വരും തന്നെ കാണാനായിട്ട്. എന്നെ തടയാൻ നോക്കണ്ട മോളെ. എടോ, തന്നെ ഞാൻ ഒന്നും சொல்ல വേണാമോ ഇളവരസി? എന്റെ തേവരെ, എനിക്കിതെന്താ പറ്റണേ? അയാളെ ഞാൻ എന്താ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എന്താ ഒന്നിനും പ്രതികരിക്കാത്തേ? മാറിക്കൂടാ, എന്റെ മനസ്സ് മാറിക്കൂടാ. സീത, ഈ കുഞ്ഞു തലയില് ഇങ്ങനെ ഓരോന്നോർത്തോർത്ത് പൊട്ടിക്കാതെ കൂളായിട്ടിരിക്കെ. പിന്നെ ഇത് പറഞ്ഞു എന്ന് കരുതി ഞാൻ വരാതിരിക്കൊന്നുമില്ല കേട്ടോ. എന്തായാലും വരും. എടോ, താനെങ്ങനെ എന്റെ മുറിയുടെ ഭാഗത്തേക്ക് വന്ന അന്ന് തന്റെ അന്തി എന്റെ കൈ കൊണ്ടായിരിക്കും. അപ്പൊ നൈറ്റ് പാക്കലാം സീത മേഡം.